ഇതാണ് കുട്ടി. അമ്മയ്ക്ക് ബ്ലഡ് കൊടുത്തത് ഇയാളാ. താങ്ക്സ്. അയ്യോ അതൊന്നും വേണ്ട. എട് എന്ത്? ക്യാഷ് എടുക്കും മോളെ. ക്യാഷോ? യെസ്, ക്യാഷ്, മണി, ഇന്ത്യൻ റുപ്പി, പണം. മനസ്സിലായില്ല? എത്രയാ വേണ്ടത്? 1000 രൂപ, 1000 റുപ്പീസ്. ഒന്ന് നിൽക്കൂട്ടോ, ATM പോയിട്ട് വരാം. ഓക്കേ. നാണമില്ലല്ലോടോ ഒരു സഹായം ചെയ്തിട്ട് പൈസ ചോദിക്കാൻ. ഡോ ഒന്ന് നിന്നേ. അതെ, ഞാൻ ചുമ്മാ പറഞ്ഞതാ, തന്നെ ഒന്ന് കളിയാക്കാൻ വേണ്ടി. എന്നെ നേരത്തെ അറിയോ? നേരത്തെ ഒന്നും അറിയില്ല, പക്ഷെ 2 മാസമായിട്ട് എനിക്കറിയാം. എങ്ങനെ? കുട്ടിയുടെ ഓഫീസിനടുത്തുള്ള പിൻഡ കമ്പനിയുടെ ഓഫീസിലെ അവിടെ ഞാൻ വർക്ക് ചെയ്യുന്നത്. വളരെ യാദൃശികമായിട്ടാണ് ഞാൻ തന്നെ കണ്ടത്. കണ്ട അന്ന് തന്നെ എന്തോ ഒരു പ്രത്യേകത തന്നിൽ ഞാൻ കണ്ടു. എന്ത്? അങ്ങനെ ചോദിച്ചാ ഞാനിപ്പോ എന്താ പറയാ, എന്തോ ഒരു ഇഷ്ടം. വാനരപ്പടയെത്തി. ഇതെന്റെ ഫ്രണ്ട്സാ. ഇത് ആന്റണി, ഇത് ഷാനവാസ്, അത് വിജയ്, ഇത് ശ്രീദേവി. അതെ, ഇവർക്കൊരു വെള്ളടി പാർട്ടി ഉണ്ട്, അതിനെത്രയും ധൃതി പിടിച്ച് വന്നേ. എടാ നിങ്ങൾ ഞാൻ പോരാ നടന്നു. അതെ തന്റെ നമ്പർ ഒന്ന് പറഞ്ഞു. അത് പിന്നെ പറയാതെ 7404234321. അവനെ കണ്ടാലറിയാം ആളൊരു ദുഷ്ടനാണെന്ന്. നീ എന്താ ചിരിക്കുന്നേ? ഒരു സഹായം ചെയ്തിട്ട് കാശ് വെക്കുന്ന മര്യാദയാണോ? ഓ എന്റെ പൊട്ടിക്കാളി, അവൻ നമ്മളെ കളിയാക്കിയതാ. കാശൊന്നും മേടിച്ചില്ല. ഡോക്ടർ വിളിക്കുന്നു. ഞാൻ പോയിട്ട് വരാം. കുടലിൽ പരുക്കലുണ്ടായി, അത് പൊട്ടിയതാണ്. എന്തായാലും ആ സമയത്ത് കൊണ്ടുവന്ന് നന്നായി. കുറച്ചുകൂടി കഴിഞ്ഞിരുന്നെങ്കിൽ സംഗതി സീരിയസ് ആയേനെ. ഇനി പേടിക്കാനൊന്നുമില്ല. 1 മാസത്തെ റെസ്റ്റ് വേണം. മരുന്നും കൃത്യമായി കഴിക്കണം. 2 ദിവസം കഴിഞ്ഞാൽ ഡിസ്ചാർജ് ചെയ്യാം. ഒരാഴ്ച കഴിയുമ്പോൾ ചെക്കപ്പിന് വരണം. കട്ടിയുള്ള ആഹാരമൊന്നും ഇപ്പോൾ കൊടുക്കരുത്. ജ്യൂസോ പഴവർഗ്ഗങ്ങളോ മറ്റോ ഇപ്പോൾ കൊടുത്താൽ മതി. ശരി ഡോക്ടർ. ഏറിയാൽ പൊടിയിരിക്കഞ്ഞി, അത് മാത്രമേ 2 ആഴ്ചത്തേക്ക് കൊടുക്കാവൂ. ഈ മരുന്നുകൾ 1 മാസം കഴിക്കണം. മാംസാഹാരം 3 മാസം കഴിഞ്ഞ് കൊടുത്താൽ മതി. ശരി ഡോക്ടർ. ശരി. കാത്തിരുന്ന് മടുത്തോ? ഇല്ലടോ. ഇതാണ് എന്റെ അനിയത്തി ചിന്നമോള്. ചിന്നമോള് ചേച്ചി അറിയോ? പിന്നെ ചേച്ചി പറഞ്ഞിട്ടുണ്ട്, രേവതി ചേച്ചി. അമ്പടി മിടുക്കി. ഞാൻ ഊഞ്ഞാലാടിക്കോട്ടെ? സൂക്ഷിച്ചു പോ, മഴ പെയ്തെടുക്ക തെന്നു. ഹായ് രാഹുൽ, ഇതാണ് എന്റെ ഫ്രണ്ട് രേവതി. താൻ വിഷമിക്കണ്ടോ? തന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിലും അന്ന് അങ്ങനെയൊക്കെ തന്നെ പറയും. എന്തായാലും നല്ല ആത്മാർത്ഥമുള്ള ഫ്രണ്ടാ. കൂട്ടുകാരിക്ക് വേണ്ടിയിട്ടാണല്ലോ വഴക്ക് പറഞ്ഞത്. നമുക്കൊരു കോഫി കുടിച്ചാലോ? വാന്നേ.
ചിന്നുമോളെ ആ, ചേച്ചി മോളെ വാ. മതി മതി മതി. അപ്പൊ എല്ലാവർക്കും ഇവൻ രണ്ടു ദിവസമായിട്ട് എന്തായി ആലോചിക്കുന്നത്? ഇവൻ സ്മോൾ അടിച്ചിട്ടും കുഴപ്പമില്ല, നമുക്കൊരു കമ്പനി തന്നെ മതിയായിരുന്നു. എന്താടാ ആരെങ്കിലും കയറി കൊളുത്തിയോ? ഉഴപ്പമായെന്നാ തോന്നുന്നേ. ആരാടാ പറയ്. എവിടെയുള്ളതാടാ? പറയടാ, പറയ നീ. ആദ്യ കാഴ്ചയിൽ തന്നെ എൻ്റെ മനസ്സിൽ കയറിപ്പറ്റിയതാവൾ. ആര്? ഒരു ചിത്രശലഭത്തെ പോലെ പറന്നു വന്ന് എൻ്റെ മനസ്സിൽ കയറിയിരുന്ന മധുനുകരയാണ് അവൾ. നിന്റെ ഒടുക്കത്തെ ഒരു സാഹിത്യം. നീ ആളാരാണെന്ന് പറ. എൻ്റെ മനസ്സിൻ്റെ ചെപ്പിനുള്ളിൽ സുഖമുള്ളൊരു നോവായി മാറിയിരിക്കാൻ അവൾ. മണ്ണാൻ കേട്ടാ നിന്റെ ഒരു തൊലിഞ്ഞ കവിത നിർത്തിയിട്ട് കാര്യം പറയടാ. അതെ, നാളെ പറയാം. ഇവന്റെ ഒരു കാര്യം. തന്നെക്കുറിച്ച് എനിക്കറിയാം, പക്ഷേ എന്നെക്കുറിച്ച് തനിക്കൊന്നും അറിയില്ല. കൈക്കുഞ്ഞാർന്നപ്പോൾ തന്നെ ജന്മം തന്നവർ സെൻറ് ജോസഫ് ഓർഫനേജിന് മുമ്പിൽ ഉപേക്ഷിച്ചതാണ് എന്നെ. അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. സഹോദര സ്നേഹം എനിക്ക് കിട്ടിയിട്ടുമില്ല. ഓർഫനേജിൻ്റെ 4 ചുവരുകൾക്കിടയിൽ ഒറ്റപ്പെട്ടവനായിരുന്നു ആദ്യമൊക്കെ ഞാൻ. പിന്നീട് എൻ്റെ ജീവിതത്തിലേക്ക് ആൻ്റണിയും വിജയും ഷാനവാസും ഓരോരുത്തരായി കടന്നു വന്നു. ഒരേ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു സ്കൂളിൽ പോകുന്നതും വൈകുന്നേരങ്ങളിലെ കളിയുമൊക്കെ. ആ ബന്ധം ഇന്ന് ഞങ്ങൾ തുടരുകയാണ്. ഒരമ്മ പെറ്റ മക്കളെ പോലെ സഹോദരങ്ങളായി, അതിലുപരി സുഹൃത്തുക്കളായി ഞങ്ങൾ എന്നും കഴിയുന്നു. പക്ഷേ ഞങ്ങൾക്ക് എല്ലാവർക്കും തനിച്ചൊരു ജീവിതം വേണം. ഭാര്യയും കുട്ടികളും അടങ്ങുന്ന ഒരു കുടുംബജീവിതം. ഒരനാഥനായതുകൊണ്ട് പെണ്ണ് തരാൻ മടിക്കുന്നവരാണ് നമ്മുടെ സമൂഹം. നിന്നോട് തന്നെ തുറന്നു ചോദിക്കാൻ ഒരു മടിയാണ്. പക്ഷേ ചോദിക്കാതിരിക്കാൻ എൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. അത്രയ്ക്ക് നിന്നെ ഞാൻ ഇഷ്ടപ്പെട്ടു പോയി. ആലോചിച്ച് മറുപടി പറഞ്ഞാൽ മതി. യെസ് ആയാലും നോ ആയാലും ഞാനത് അംഗീകരിക്കും.
വെരി വെരി ഗുഡ് മോർണിംഗ്.